എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അതായത് കുംപാവ് ചിക്കൻ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ചൈനീസ് ഡിഷ് ആണ് അല്ലെ കുംപാവ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കൻ മാത്രമല്ല കേട്ടോ, കുംപാവ് തോഫ് ഉണ്ടാക്കാൻ, നമുക്ക് കുംപാവ് സോയ ഉണ്ടാക്കാൻ, നമുക്ക് പതുക്കെ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും ചിക്കൻ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, അതായത് കുംപാവ് ചിക്കൻ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളിന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള കുംപാവ് ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട കുംപാവ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ്. നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വിനീഗറും ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് വളരെ ചെറിയ സൈസിൽ മുറിക്കണം കേട്ടോ, എങ്കിൽ മാത്രമാണ് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓവർ വലുതായിട്ട് മുറിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവില്ല. ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വലിയ പീസസ് ആയിട്ട് മുറിച്ചിടുന്നത്. അപ്പോൾ ഉള്ളിലൊന്നും പിടിക്കാണ്ട് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാനാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ്റെ പീസസിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഇതിലൊട്ടും തന്നെ വെള്ളമില്ല കേട്ടോ ഈ ചിക്കനിൽ, അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതേസമയം നിങ്ങളുടെ അടുത്തിപ്പോൾ ഡാർക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓൾ പേർപ്പസ് സോയാ സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ചിക്കന് ആ ഡാർക്ക് ഷെയ്ഡ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോയാ സോസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി തിക്കായിരിക്കും സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഇല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സോയ സോസ് ആണെങ്കിലും ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് റൈസ് വിനീഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ലുലു, സ്പിന്നീസ് പോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിക്കാം. അതും 1.5 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. അത് രണ്ടില്ലെങ്കിലും നമ്മൾ നോർമൽ വിനീഗർ ഇല്ലേ, വൈറ്റ് വിനീഗർ ഇല്ലേ, അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതിലേക്ക് ഓത്തന്റിക് റെസിപ്പി അനുസരിച്ച് ഇതിൽ ഈ വിനീഗറാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് വിനീഗർ 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഷുഗർ. ഞാനിപ്പോൾ വൈറ്റ് ഷുഗറാണ് ഇടുന്നത്, അതേസമയം ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് പെപ്പർ ആയാലും കുഴപ്പമില്ല. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന സോയാ സോസിൽ ഉപ്പിന്റെ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് ഉപ്പിടും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഓത്തന്റിക് റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റില്ല, പല സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഓണം പോലെ, പക്ഷെ ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം, ഒട്ടും വെള്ളം ഇല്ലാത്ത ചിക്കൻ ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഡാർക്ക് സോയാ സോസിൻ്റെ ഗുണമാണിത്, നല്ലതായിട്ട് ഡാർക്ക് കളറിലിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സോയാ സോസ് ഉപയോഗിക്കാം. 1/2 മണിക്കൂർ അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് നല്ല എന്താ പറയുക, നമുക്ക് ഉണ്ടാക്കാൻ താല്പര്യം തോന്നുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ റൈസ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് വിനീഗർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ നോർമൽ വിനീഗർ. പക്ഷെ ഞാനിവിടെ നോർമൽ വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇച്ചിരി പുളി നമുക്ക് വേണം. അപ്പോൾ നോർമൽ വിനീഗർ ഒഴിച്ചാലേ ഇച്ചിരി പുളി വരുള്ളൂ. അതുകൊണ്ട് 1 ടീസ്പൂൺ നോർമൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നേരത്തെ കാണിച്ച അതേ ഡാർക്ക് സോയാ സോസ് 1.5 ടീസ്പൂൺ. ഡാർക്ക് ആയതുകൊണ്ട് ഒരുപാട് വേണ്ട. അതേസമയം നമ്മൾ നോർമലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ, കളറില്ലാത്ത സോയാ സോസ് ആണെങ്കിൽ. അതായത് ഇത്ര കളറില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്കിലേക്ക് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രൗൺ ഷുഗർ, അല്ലെങ്കിൽ നോർമൽ ഷുഗർ, അല്ലെങ്കിൽ ഹണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ പഞ്ചസാരയാണ് ഇടുന്നത്. സോൾട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ അത്യാവശ്യം സോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം മാത്രം സോൾട്ട് ഇട്ട് കൊടുക്കുകയാണേ, ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ഒരുപാട് സോൾട്ട് ഇടണ്ട, സോൾട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ചില്ലി പേസ്റ്റ് ചേർക്കാം. പക്ഷെ നോർമലായിട്ട് ഇതിൽ ചില്ലി പേസ്റ്റ് നമ്മൾ ചേർക്കാറില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂണോളം കോൺസ്റ്റാർച്ച്, കോൺഫ്ലോർ. നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ സംഭവം തന്നെയാണ് കേട്ടോ സോസിനും വേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്.
പിന്നെ അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നല്ലെണ്ണ, അതായത് സെസ്മി സീഡ് ഓയിൽ. നിങ്ങൾക്ക് ഇതിലേക്ക് സെസ്മി സീഡ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പീനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ എപ്പോഴും ചൈനീസ് ഡിഷസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് സെസ്മി സീഡ് ഓയിലാണ്, അതായത് എള്ളിൻ്റെ എണ്ണയാണ്. പീനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സെസ്മി സീഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പുളിയുണ്ട്, പക്ഷെ ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പ് എപ്പോഴും നോക്കണേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു 10-12 മുളക്. ഞാനിവിടെ ഒരു 15 മുളക് എടുക്കുന്നുണ്ട്, എരിവുള്ള മുളക്. അത് ഉണക്കമുളകാണ്. ഉണക്കമുളകിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റിൽ മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3/4 ഭാഗം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഒരുമിച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഒന്നില്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ, അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. അല്ലാതെ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല ചൈനീസ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ എന്താ ചൈനീസ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. സോയാ സോസ് പോലെ വെള്ളം കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റോളം കുക്കായിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ. നമുക്കിനി ഈ ചിക്കൻ ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സെലറി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിതൊന്ന് തുടച്ചു കൊടുക്കട്ടെ. ഇപ്പോഴത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് വളരെ നൈസാക്കി അരിഞ്ഞിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഇത് ഉള്ളിത്തണ്ട് നമുക്ക് കുറച്ച് അവസാനം ഇടാനുള്ളതാണ്. അതുപോലെ തന്നെ വേണ്ടത് സെലറി. ഇതാണ് സെലറി സ്റ്റിക്ക് കേട്ടോ. ഞാൻ പല വീഡിയോയിലും സെലറി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്. നമ്മുടെ ചേമ്പും തണ്ടൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല വെജിറ്റബിൾ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ വാസന നല്ലതാണ്. നമ്മുടെ ചൈനീസ് ഡിഷിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. സെലറി ഇല്ലെങ്കിൽ ഒഴിവാക്കൂ, ഉള്ളവർ ഇട്ട് കൊടുക്കൂ കേട്ടോ. അപ്പോൾ കുറച്ച് സെലറി നമുക്ക് ഇച്ചിരി നീളത്തിൽ അങ്ങ് കട്ട് ചെയ്യും. ഒരുപാട് വേണ്ട, ഒരുപാട് സെലറി ഇട്ടാലും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ വരുന്ന രീതിയിൽ ചെറിയൊരു കഷ്ണം മാത്രം മുറിക്കുക. പിന്നെ ഇതിന് സെലറി സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ആദ്യമേ തന്നെ ഇതെല്ലാം എടുത്തിട്ട് അടുത്ത് വെക്കണം. അതിനുശേഷം വേണം എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധം പറ്റി കരിഞ്ഞു പോയി. എൻ്റെ രണ്ടാമത് ഞാനിപ്പോൾ റീഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് സെലറി എടുക്കാൻ തിരിഞ്ഞ സമയം കൊണ്ട് സാധനം കരിഞ്ഞു പോയി. അതുകൊണ്ട് അബദ്ധം പറ്റുന്നതുകൊണ്ടാണ് നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് വറ്റൽമുളക്, ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ അതായത് ഒരു വറ്റൽമുളകിനെ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. കത്ര ഉപയോഗിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ എരിവ് അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരും. 10, 12, 15 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതേസമയം കാശ്മീരി മുളക് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കാം. അപ്പോൾ നമുക്കിത് എപ്പോഴും റെഡിയാക്കി അടുത്ത് തന്നെ വെക്കണം. പിന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 2 തരത്തിലുള്ള ക്യാപ്സിക്കം ആണ്. ചോപ്പും അതുപോലെ തന്നെ പച്ചയും നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ ഇതിൽ ക്യാരറ്റ് ചേർക്കാറുണ്ട്. ക്യാരറ്റ് ആണെങ്കിലും ഇതേപോലെ നൈസ് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ പക്ഷേ ഇതിൽ ക്യാരറ്റ് ചേർക്കുന്നില്ല. നമ്മളിതിൽ സവാളയും ചേർക്കാറില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാനിവിടെ കുറച്ചെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കും. അപ്പോൾ നമുക്കിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഈ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് തീ ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലെണ്ണ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ, അതും അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതായത് വെളുത്തുള്ളി പെട്ടെന്ന് ഇട്ട് കൊടുക്കണേ, ഇഞ്ചി, സെലറി 3 ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വറ്റൽമുളക് 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്യുക. അവസാനം എരിവ് കുറവ് പോലെ. ഇത് അധികം എരിവില്ലാത്തൊരു ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കഴിച്ചിട്ടുള്ളതല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ക്യാപ്സിക്കം, അതുപോലെ തന്നെ കപ്പലണ്ടി. ഞാൻ കപ്പലണ്ടി കുറച്ച് കൂടുതലിട്ടുണ്ട് കേട്ടോ. ചെടപെടാന്ന് ചെയ്യണം കേട്ടോ ഈ പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാം അടുത്തുണ്ടാവണേ. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 5 മിനിറ്റോളം
ഇതിലങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അതൊരു 3/4 ഭാഗമേ കുക്കായിട്ടുള്ളൂ. ഫുൾ കുക്കാവണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ചുമയ്ക്കാനുള്ള ടെൻഡൻസി വരും. ചുമച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയില്ല. പക്ഷേ എക്സോസ്റ്റ് ഫാൻ ഇടണം എന്ന് മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ പെട്ടിരിക്കുകയാണ്, വീഡിയോ കൊടുക്കുന്നതിന് എനിക്ക് എക്സോസ്റ്റ് ഫാൻ ഇടാൻ പറ്റത്തില്ല. പിന്നെ ചുമ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്മാൻ ചേട്ടൻ ഓടി വരും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു പീസ് ഇട്ട് നിങ്ങൾ ഒന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കുമ്പോൾ കുക്കായിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ സോസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. നമ്മുടെ സോയാ സോസിന് നല്ല കളറുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ സോസ് കവർ ചെയ്തൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിത്തണ്ട് വെതറിയങ്ങ് എടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇച്ചിരി സ്പൈസി അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയൻ എന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുംപാവ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ സ്പൈസ് ലെവലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. കുംപാവ് ചിക്കൻ ഫോട്ടോ എല്ലായിടത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഞാനിപ്പോൾ പ്ലെയിൻ റൈസ് ആണ് കേട്ടോ, സ്റ്റീംഡ് റൈസാണ് സെർവ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസ് വേണമെങ്കിലും ന്യൂഡിൽസ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കയ്യിൽ കിട്ടുന്ന സോയാ സോസിൻ്റെ കളർ അനുസരിച്ച് ഇതിൻ്റെ കളർ മാറ്റം വരും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പൈസ് ലെവലും ഇതിൻ്റെ ചേർക്കുന്ന പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് ബഡ്സ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ പ്രൊസീജിയർ മാത്രമേ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആയുർവേദ മെഡിസിൻ എടുക്കുന്നവരെങ്കിൽ ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ സൂപ്പറാണ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ധൈര്യപൂർവ്വം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്